കടഞ്ഞു പിഴിഞ്ഞു രചിച്ചതീ ഭാഗവതം മഹാവേദസാരം മഹാവേദസാരം. നാരായണ ജയ നാരായണ നാരായണ ജയ നാരായണ നാരായണ ജയ നാരായണ നാരായണ ജയ നാരായണ. സത്തുക്കൾ നിത്യമായി പാരായണം ചെയ്യും ഉത്തമവേദമീ ഭാഗവതം. സത്തുക്കൾ നിത്യമായി പാരായണം ചെയ്യും ഉത്തമവേദമീ ഭാഗവതം. അഷ്ടാദശ പുരാണങ്ങളിലേറ്റവും ഇഷ്ടമായി കണ്ടതീ ഭാഗവതം. അഷ്ടാദശ പുരാണങ്ങളിലേറ്റവും ഇഷ്ടമായി കണ്ടതീ ഭാഗവതം. നാരായണ ജയ നാരായണ നാരായണ ജയ നാരായണ നാരായണ ജയ നാരായണ നാരായണ ജയ നാരായണ. കുട്ടിക്കാലം മുതലേ നമ്മളൊക്കെ കുറേയൊക്കെ ധാർമ്മികമായ കാര്യങ്ങൾ അച്ഛനമ്മമാരിൽ നിന്ന് ഉൾക്കൊണ്ട് വളർന്നവരാണ്. ഏത് ശരി ഏത് തെറ്റ് എന്നതൊക്കെ കുട്ടിക്കാലം മുതലേ നമുക്കറിയാം. മറ്റൊരാളെ വേദനിപ്പിക്കുന്നത് ശരിയെന്നല്ലല്ലോ നമ്മളൊക്കെ പഠിച്ചത്, ആണോ? നമുക്കറിയാം തെറ്റാണ്. ഒരാളെ ജീവി ഉപദ്രവിക്കരുത്. കാരണം ഭാരതീയ സംസ്കാരം അങ്ങനെയാണ്. അച്ഛനമ്മമാർ അങ്ങനെയൊക്കെയാണ് പറഞ്ഞു കൊടുക്കാറ്. ഇന്നതൊക്കെ ഇത്തിരി കുറവാണെങ്കിലും പണ്ട് കാലത്ത് അത് വളരെ കൂടുതലുണ്ടായിരുന്നത്. ഒരു വീട്ടിലൊരു മുതിർന്ന ഒരാൾ വന്നാൽ ഉടനെ എണീറ്റ് നിൽക്കണം, ആദരവ് കാണിക്കണം. ഒരാൾ ദാഹിച്ചു വന്നാൽ അയാൾക്ക് വെള്ളം കൊടുക്കണം. ഇതൊക്കെ നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൻ്റെ ഭാഗമായിരുന്നു. അതിനു മുമ്പൊരു കാലഘട്ടത്തിലേക്ക് നോക്കുകയാണെങ്കിൽ പശുക്കൾക്കൊക്കെ വെള്ളം കൊടുത്തിരുന്നു, ഇല്ലേ? അവനവൻ്റേതല്ലാത്ത പശുക്കൾക്ക് വെള്ളം കൊടുക്കുക, അതുപോലെ വഴിയിലൂടെ പോകുന്ന ആളുകൾക്ക് കുടിക്കാനുള്ള വെള്ളം കൊടുക്കുക, തണ്ണീർ പന്തൽ തുടങ്ങിയുള്ള സംസ്കാരങ്ങളൊക്കെ നമ്മുടെ ഭാരതത്തിലുണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെയുള്ള സംസ്കാരമുള്ള ഈ ഭാരതത്തിൽ ഈ ധർമ്മങ്ങളൊക്കെ, അതായത് ഒരു അച്ഛനമ്മമാരോട്, മുതിർന്നവരോട്, ഭാര്യയോട്, മക്കളോട്, സമൂഹത്തോട്, ജീവജാലങ്ങളോട്, അധ്യാപകരോട് തുടങ്ങിയവരോടൊക്കെ കാണിക്കേണ്ടുന്ന പെരുമാറ്റത്തെക്കുറിച്ചൊക്കെ നമുക്ക് പറഞ്ഞു തരാറുണ്ടെങ്കിലും ഒരു ചോദ്യം അപ്പോഴും അവശേഷിക്കാറുണ്ട്. ഇതൊക്കെ നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്? ഇതൊക്കെ ചെയ്തത് കൊണ്ട് എന്താ കിട്ടാൻ പോണത്? അപ്പം അതിനൊക്കെ ഉത്തരം പറയാനുള്ളത്, ഇതൊക്കെ ചെയ്താൽ ഇവിടുന്ന് മരിച്ചു പോയാൽ സ്വർഗത്തിലേക്ക് പോവാം, അല്ലെങ്കിൽ നരകത്തിലേക്ക് പോകേണ്ടി വരില്ല. ഇതൊന്നും ചെയ്യാതെ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ, മറ്റുള്ളവരെ ദ്രോഹിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ നരകത്തിലേക്ക് പോവും. അങ്ങനെയാണല്ലോ നമ്മൾ കേട്ടിട്ടുള്ളത്, അല്ലേ? ആരെങ്കിലും വേദനിപ്പിച്ചു കഴിഞ്ഞാൽ കേൾക്കുന്നത് നീയൊക്കെ നരകത്തിൽ പോകുന്നതാണ്, അവിടെ ചെന്ന് അനുഭവിക്കുന്നതാണ്. അപ്പം ഇത്രയേ ഉള്ളൂ മനുഷ്യ ജീവിതത്തിൽ നേടിയെടുക്കാൻ. സ്വർഗത്തിലേക്ക് പോവലും നരകത്തിലേക്ക് പോവലും. അവിടെ ആയിരിക്കാം പലപ്പോഴും ഉണ്ടല്ലോ ഈ സമൂഹം നന്മയെ വിട്ട് തിന്മയിലേക്ക് തിരിയുന്നതും തിന്മയിൽ നിന്ന് നന്മയിലേക്ക് കടക്കാൻ പറ്റാത്തതും. അവിടെയാണ് ഭാരതത്തിൻ്റെ യഥാർത്ഥ സംസ്കാരം. ഭാരതത്തിന് പറയാനുള്ളത്, അതായത് ഭാരതീയ സംസ്കാരത്തിന്, ഭാരതം എന്ന് പറഞ്ഞാൽ മഹാഭാരതം എന്നല്ല ഉദ്ദേശിക്കുന്നത്, ഭാരതീയ സംസ്കാരം അത് നിറഞ്ഞിരിക്കുന്ന ഭാഗവതത്തിനൊക്കെ പറയാനുള്ളത്, നമുക്ക് രണ്ട് ധർമ്മങ്ങളുണ്ട്. ഒന്ന് വ്യവഹാരധർമ്മവും രണ്ടാമത്തത് പരമമായ ധർമ്മവും. അത് മറന്നു പോകരുത്. അതാണ് വേദങ്ങൾക്ക് പറയാനുള്ളത്. പരമമായ ധർമ്മം. പരമമായ ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ശരീരത്തിനൊരു ലക്ഷ്യമുള്ളതുപോലെ മനസ്സിനും ഒരു ലക്ഷ്യമുണ്ട് എന്ന് മനസ്സിലാക്കണം. അതെന്താ മനസ്സിലായില്ല? ശരീരം നിങ്ങൾ എന്തെല്ലാം ധാർമ്മികമായി ജീവിച്ചാലും, കുത്തഴിഞ്ഞ് ജീവിച്ചാലും, വൃത്തികെട്ട് ജീവിച്ചാലും, ഇതിൻ്റെ അവസാന ലക്ഷ്യം എന്ന് പറയുന്നത് മണ്ണിലേക്കാണ്.
ഒരു മുസ്ലിം മരിച്ചാലും, ഒരു ക്രിസ്ത്യാനി മരിച്ചാലും, ഒരു ഹിന്ദു മരിച്ചാലും, ഒരു സിഖ് മതത്തിൽപ്പെട്ടവനും ജൈന മതത്തിൽപ്പെട്ടവനും ബുദ്ധമതത്തിൽപ്പെട്ടവനും ഒരു കൺഫ്യൂഷ്യസ് ആയാലും ശരി, ഏത് മതത്തിൽപ്പെട്ടവനാലും ശരി, ഏത് ചിന്താധാരയിൽപ്പെട്ടവനാലും ശരി, അവൻ കമ്മ്യൂണിസ്റ്റ് ആവട്ടെ, അവൻ ഫെഡറലിസ്റ്റ് ആവട്ടെ, അവൻ ക്യാപിറ്റലിസ്റ്റ് ആവട്ടെ, ഏത് ആളായാലും ശരി, ഒരു യാചകനാവട്ടെ, രാജാവട്ടെ, എല്ലാവരുടെയും ശരീരം അവസാനം എത്തിച്ചേരുന്നത് മണ്ണിലേക്കാണ്. യാതൊരു സംശയമില്ല. അപ്പം ഇതിൻ്റെ ലക്ഷ്യം മണ്ണാണെങ്കിൽ അപ്പം മനസ്സിൻ്റെ ലക്ഷ്യമോ? അതാണ് നമുക്ക് വ്യക്തത വേണ്ടത്. ഈ മനസ്സിൻ്റെ ലക്ഷ്യം ഏതാണ്? നിങ്ങൾ ഈ ശരീരത്തിൻ്റെ ലക്ഷ്യം മണ്ണാണെന്ന് പറയാൻ കാരണം നിങ്ങൾക്ക് ഉറപ്പാണ് ഈ ശരീരം വന്നിരിക്കുന്നത് മണ്ണിൽ നിന്നാണ്. അപ്പം പ്രകൃതിയിൽ നിന്ന് വന്നത് പ്രകൃതിയിലേക്ക് പോകണം. അങ്ങനെയാണെങ്കിൽ ഈ നിയമം മനസ്സിനും അപ്ലിക്കബിൾ അല്ലേ? എന്തായിരിക്കണം? എവിടെ നിന്നാണോ മനസ്സ് വന്നിരിക്കുന്നത് അതിലേക്ക് മനസ്സ് പോകണം. അതുകൊണ്ട് വിവേകികളായിട്ടുള്ള വിദ്യാർത്ഥികൾ, ഇവിടെ വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പോകുന്ന വിദ്യാർത്ഥി എന്നല്ല, ആത്മീയ വിദ്യാർത്ഥികൾ, വിവേകികളായിട്ടുള്ളവർ ചോദിക്കേണ്ട ചോദ്യമാണ്, എൻ്റെ മനസ്സ് എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? ഇതാണ് ശരിക്കും നമ്മുടെ ഹിന്ദു മതത്തിൻ്റെ കാതലായിട്ടുള്ള വശം. മനസ്സ് എവിടെ നിന്ന് വന്നു? ഇത് കണ്ടെത്താത്തോടത്തോളം കാലം, ഇത് മനസ്സിലാക്കാത്തോടത്തോളം കാലം നിങ്ങൾ എത്ര ക്ഷേത്രത്തിൽ പോയാലും, എത്ര ആചാരങ്ങൾ ചെയ്താലും, എത്ര വഴിപാട് ചെയ്താലും നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് എത്തിക്കേണ്ടടുത്ത് എത്തിക്കാൻ സാധ്യമില്ല. അപ്പൊ ഇതിനാരുത്തരം പറഞ്ഞുതരും? തസ്മാൽ ഗുരും പ്രപദ്യേത ജിജ്ഞാസു ശ്രേയ ഉത്തമം. ആരെടുത്ത് പോകണം? ഗുരുവിൻ്റെ അടുത്ത് പോകണം. കാരണം ശരീരം എവിടെ നിന്ന് വന്നു എന്നറിയാൻ ഗുരുക്കന്മാരുടെ ആവശ്യമില്ല. ഉണ്ടോ? കാരണം നമ്മൾ കാണുന്നു മരിച്ചവർ പോകുന്നത്. വീട്ടിലാരെങ്കിലും പ്രായമായിട്ടുള്ളവരോ മറ്റോ മരിച്ചു കഴിഞ്ഞാൽ അവരെ ശരീരം കത്തിച്ച് ഭസ്മമാക്കുമ്പോൾ നമ്മൾ കാണുന്നു, അത് മണ്ണിലേക്കാണ് തിരിച്ചു ചേരുന്നത്. എന്നാൽ മരിച്ചുപോയവരുടെ മനസ്സെവിടെ പോകുന്നു എന്ന് നമ്മൾ ആരും കാണുന്നില്ല. അത് നമുക്കറിയില്ല, അത് സൂക്ഷ്മമാണ്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയ ഒരു ആചാര്യനെ, ഒരു ഗുരുവിനെ നമുക്കത് വ്യക്തമായി പറഞ്ഞു തരാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഗുരുവിൻ്റെ ആവശ്യമുണ്ട്, സൂക്ഷ്മമായതിനെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ. അപ്പൊ ഗുരുക്കന്മാരെന്താ പറഞ്ഞു തരുന്നത്? ഗുരുക്കന്മാർ അവരുടെ അനുഭവം കൊണ്ട് പറയുന്നു, വളരെ ലളിതമായൊരു യുക്തി കൊണ്ട് അവർ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു. നിങ്ങളുടെ ശരീരത്തെ ഇപ്പോഴാരാണ് നിലനിർത്തുന്നത്? പ്രകൃതിയാണ് നിലനിർത്തുന്നത്. കാരണം ഇതിന് നിലനിൽക്കാൻ വായു വേണം, ആഹാരം വേണം, വെള്ളം വേണം, തുടങ്ങിയതൊക്കെ ആർക്ക് വേണം? ശരീരത്തിന്. അപ്പം ഇതെല്ലാം അതിലേക്ക് തിരിച്ചു പോകുന്നു. അപ്പം നിങ്ങളുടെ മനസ്സിനെ ആരാ നിലനിർത്തുന്നത്? ഇത് ഉറപ്പിക്കണേ നിങ്ങൾ. ഞാനിത് ആവർത്തിച്ച സബ്ജക്റ്റാണ്, വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ ഉള്ളിൽ ഉറച്ചു വരണം. അപ്പം മനസ്സിനെ ആരാ നിലനിർത്തുന്നത്? നിങ്ങൾ പറയാണ് ശരീരമാണെന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ തെറ്റെന്നറിയോ? ശരീരമാണ്, ശരീരമുള്ളത് കൊണ്ടാണ് എൻ്റെ മനസ്സ് ഈ ശരീരത്തിൽ ഇരിക്കുന്നതെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ഒരു ചോദ്യം അപ്പോഴും അവശേഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ശരീരങ്ങളിലെല്ലാം ആരുണ്ടാവണം? മനസ്സുണ്ടാവണം. എന്നാൽ മരിച്ചു പോയാൽ ആ ശരീരത്തിൽ ആരില്ല? മനസ്സില്ല. അപ്പോൾ പിന്നെ ശരീരമല്ല ആരെ നിലനിർത്തുന്നത്? മനസ്സിനെ നിലനിർത്തുന്നത്. പിന്നെ ആരെ നിലനിർത്തുന്നു? വായുവാണോ? ആണോ? അല്ല. പിന്നെ ആരെ നിലനിർത്തുന്നു? അപ്പോൾ ഇതിനും അപ്പുറത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മരിച്ച ശരീരത്തിൽ നിന്നും നമ്മുടെ ശരീരത്തിലുള്ളൊരു വ്യത്യാസം, നേരത്തെ അതിലുണ്ടായിരുന്നൊരു തേജസ്, ആ കണ്ണിലുണ്ടായിരുന്നൊരു പ്രകാശം, ആ ശരീരത്തിനുണ്ടായിരുന്നൊരു പ്രകാശം മരിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ കാണുന്നില്ല. ഒരു തേജസ് കാണുന്നില്ല. കണ്ണിൽ നിന്നൊരു പ്രകാശം പോയി കഴിഞ്ഞിരിക്കുന്നു. ആ പ്രകാശത്തെ, ആ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന തേജസ്സിനെ, അതിനെയാണ് നമ്മുടെ പൂർവികന്മാർ ചൈതന്യമെന്നും ഈശ്വരനെന്നും ക്ഷേത്രജ്ഞനെന്നും ആത്മാവെന്നും ജീവനെന്നൊക്കെ പേരിട്ടിരിക്കുന്നതെങ്കിൽ ആ ചൈതന്യം ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് മനസ്സ് ഈ ശരീരത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. അപ്പം മനസ്സ് ഈ ശരീരത്തിൽ നിൽക്കുന്നതിന് കാരണം ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഒരു ചൈതന്യമാണെങ്കിൽ എപ്പോ ചൈതന്യം ശരീരത്തിൽ നിന്ന് പോയി കഴിഞ്ഞോ പിന്നെ ആ ശരീരത്തിൽ ആർക്ക് നിൽക്കാൻ പറ്റില്ല? മനസ്സിന് നിലനിൽക്കാൻ പറ്റില്ല. അപ്പം ഇവർ രണ്ടുപേരും കണക്റ്റഡ് ആണ്. ആര്? ഈ ചൈതന്യവും മനസ്സും. അങ്ങനെയാണെങ്കിൽ ഋഷീശ്വരന്മാർ പറയുന്നു, ആ ചൈതന്യത്തെയാണ് ഈശ്വരൻ എന്ന് വിളിക്കുന്നതെങ്കിൽ നിങ്ങളുടെ മനസ്സ് വന്നിരിക്കുന്നത് ഈശ്വരിൽ നിന്നാണ്. അതുകൊണ്ട് ഈശ്വരന് വേണ്ടതും നമ്മുടെ വസ്തുക്കളോ മറ്റൊന്നുമല്ല വേണ്ടത്. എല്ലാ ശാസ്ത്രങ്ങൾക്കും പറയാനുള്ളത്
ഭഗവാന് വേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സാണ്. ഗീതയിൽ അത് ആവർത്തിക്കുന്നു. മയ്യർപ്പിതമനോ ബുദ്ധി യോ മൽഭക്ത സമേ പ്രിയ. ആരാണോ അവന്റെ മനസ്സിനെ എന്നിൽ അർപ്പിക്കുന്നത്, അനന്യാശ്ചിന്തയം തോമാം യേജനാ പര്യുപാസതേ. ചിന്തിക്കുന്നത് ഏതുകൊണ്ടാണ്? വായുണ്ടോ? മനസ്സുകൊണ്ട് ചിന്തിക്കുന്നു. അനന്യമായി എന്നെ ചിന്തിക്കുന്നവൻ എന്നിലേക്ക് എത്തിച്ചേരുന്നു എന്ന് ഭഗവാൻ പറയുന്നു. ഭാഗവതത്തിൽ ഇതേ ആശയം വെച്ചിട്ട് പറയുന്നു ഭഗവാൻ, മയ്യേവ, എന്നിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്ന മനസ്സ്, മയ്യേവ പ്രവിലീയതേ മാമനുസ്മര ചിത്തം മയ്യേവ പ്രവിലീയതേ. എന്നെ അനുസ്മരിക്കുന്ന മനസ്സ് എവിടെ എത്തിച്ചേരണം? എന്നിലേക്ക് എത്തിച്ചേരണം. അപ്പൊ ഭഗവാന് കൊടുക്കേണ്ടത് എന്താണ്? ഈ കല പറഞ്ഞു തരുന്ന ശാസ്ത്രമാണ് ഭാഗവതം എന്ന് പറയുന്നത്. അപ്പോഴാണ് നമ്മൾ പരമധർമ്മത്തിലേക്ക് എത്തുന്നത്. അപ്പൊ ശരീരത്തിന്റെ ലക്ഷ്യം പ്രകൃതിയും മനസ്സിന്റെ ലക്ഷ്യം ഭഗവാനും. അങ്ങനെ ഈ വ്യക്തതയോടുകൂടി നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മൾ എവിടെയൊക്കെ കുടുങ്ങിപ്പോയാലും, ഈവൻ നമ്മുടെ കയ്യിൽ ചില മിസ്റ്റേക്ക് പറ്റിയാലും വീണ്ടും നമ്മുടെ മനസ്സിനെ നമുക്ക് ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യ വരൻ നിബോധത ക്ഷുരസ്യധാരാ നിശിതാതുരത്യാം ദുർഗം പദസ്ഥൽ കവയോ വദന്തി. ചിലപ്പോൾ വീണു എന്നൊക്കെ വരും. കാരണം ഉള്ളിലുള്ള ചില വികാരങ്ങളൊക്കെ നമ്മളെ ചിലപ്പോൾ വീഴ്ത്തിന്ന് വരും. പക്ഷെ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാനുള്ള കഴിവുണ്ട്? ഉണർത്തെഴുന്നേൽക്കാനുള്ള കഴിവുണ്ട്. അത് നമ്മൾ മറക്കരുത്. ഇന്ന് നമ്മുടെ സമൂഹത്തിന് എന്ത് പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ, കൂടുതൽ നമ്മൾ വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ, അതും പണമുണ്ടാക്കാനുള്ള വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ നമ്മുടെ കഴിവുകൾക്ക് പ്രാധാന്യം കൊടുത്തു, അറിവിനും കഴിവിനും പ്രാധാന്യം കൊടുത്തു, നമ്മുടെ മനോബലത്തിന് പ്രാധാന്യം കൊടുത്തില്ല. അതുകൊണ്ടുണ്ടല്ലോ, ഒരു ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ, ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിനെ നേരിടാനുള്ള മനോബലം ഇന്നത്തെ തലമുറയ്ക്ക് കുറവാണ്. ഒറ്റയ്ക്ക് നേരിടാൻ കുറവാണ്. കൂട്ടമായിട്ടൊക്കെ ഒരുപക്ഷെ നേരിട്ടേക്കാം. നോക്കൂ, നിങ്ങൾ സമൂഹത്തിലേക്ക് കൂട്ടമായി വന്ന് റോട്ടിൽ വന്ന് ബഹളം വയ്ക്കാൻ അവർക്ക് സാധിക്കും. ഒരൊറ്റയ്ക്ക് ഒരു ടെററിസ്റ്റിന് വരാൻ ഇതുവരെ സാധിച്ചില്ല. ഉണ്ടോ? നിങ്ങൾ നോക്കൂ, ടെററിസം തന്നെ നോക്കൂ. അതെന്തുകൊണ്ടാണ് അവർക്ക് കൂട്ടായിട്ട് വരേണ്ടി വരുന്നത്? കാരണം ഒറ്റയ്ക്ക് പോവാനുള്ള മനോബലം ഇല്ല എന്ന് പറയാം. ഒരിക്കൽ ഒരു ഗുരു തൻ്റെ ശിഷ്യനെ ആർച്ചറി പഠിപ്പിച്ചു, അസ്ത്രവിദ്യ. ഗംഭീരമായിട്ട് ഗുരു നല്ലവണ്ണം മെനക്കെട്ടുകൊണ്ട് പഠിപ്പിച്ചു. അവനെ പ്രാക്ടീസ് ചെയ്ത് പരിശീലിപ്പിച്ച് നല്ലവണ്ണം എഫിഷ്യൻ്റ് ആക്കി അവനെ. അങ്ങനെ ഒരു ദിവസം ഇവനെയും കൊണ്ട് പോവുകയാണ്, കാട്ടിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് അനവധി മരങ്ങളുടെ ഇടയിൽ നിന്ന് ദൂരെ 1 കിലോമീറ്ററോളം ദൂരത്തിലുള്ള ഒരു മരം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, അതിലേക്ക് നിനക്ക് അമ്പ് ചെയ്യാൻ പറ്റുമോ? അവൻ അത്രയും അഭ്യാസം കൊണ്ട് എക്സ്പേർട്ടായി കഴിഞ്ഞു. അവൻ ആ മരത്തിനെ ഉന്നം വെച്ചു, അതിലേക്ക് അമ്പ് ചെയ്തു. ഗുരു പറഞ്ഞതുപോലെ തന്നെ കൃത്യം ഭാഗത്ത്, മരത്തിൻ്റെ ഇന്ന ഭാഗത്ത് കൊള്ളണമെന്ന് പറഞ്ഞാൽ അവിടെ തന്നെ കൊള്ളിച്ചു. രണ്ടാമത് ഗുരു ചോദിക്കുകയാണ്, എന്നാൽ നിനക്ക് ആദ്യം ചെയ്ത അസ്ത്രത്തിനെ 2ആയിട്ട് പിളർക്കാൻ പറ്റുമെന്ന് വെച്ചു. അവൻ അത്രയും കോൺഫിഡൻസ് ആയിരുന്നു, കാരണം അത്രയും അഭ്യാസം കൊണ്ട് അവൻ ആ കഴിവ് നേടിയിരുന്നു. എടുത്തു, രണ്ടാമത്തെ അസ്ത്രം കൊടുത്തു. പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ അസ്ത്രത്തിനെ 2ആയിട്ട് കീറാൻ അവന് സാധിച്ചു. അവൻ ഗുരുവിനോട് പറഞ്ഞു, എന്നെപ്പോലെ ലോകത്തിൽ ആരെങ്കിലും ഉണ്ടാവുമോ ഇത്ര കഴിവ് നേടിയിട്ട്? ഇത്രയൊക്കെ കഴിവുള്ളവർ ആരെങ്കിലും ഉണ്ടാവുമോ എന്ന്. പിന്നെ ചോദിക്കുകയാണ്, അങ്ങേക്ക് ഇത് പറ്റുമോ എന്ന്. ഗുരുക്കന്മാരുടെ തലയിൽ കയറുന്ന ശിഷ്യന്മാരുണ്ട്, ഗുരുവിനെ വിദ്യ പഠിപ്പിക്കുന്ന ആൾക്കാർ. അപ്പോൾ ഗുരു പറഞ്ഞു, ആയിട്ടില്ല. ഞാനല്ല, നീ. എന്തായിട്ടില്ല എന്ന് ഗുരു? ഇത്രയും മരത്തിൻ്റെ ഇടയിൽ നിന്ന് ദൂരെയുള്ള ഒരു മരത്തിനെ ഉന്നം വെച്ച് അതിൻ്റെ നടുഭാഗത്ത് അമ്പ് ചെയ്ത് അതിൽ 2ാമത്തെ അമ്പ് കൊണ്ട് ആദ്യത്തെ അമ്പിനെ പിളർക്കാൻ പറ്റിയത് കഴിവല്ല എന്നാണോ അങ്ങ് പറയുന്നത്? ഇനിയും പഠിക്കാനുണ്ടെന്നോ അങ്ങ് പറയുന്നത്? പറഞ്ഞു തരാമെന്ന്. ഗുരു ശിഷ്യനെയും കൊണ്ടുപോയി ഒരു വലിയൊരു മലയുടെ മുകളിൽ കയറി. എന്നിട്ട് അവിടുന്ന് താഴോട്ട് ഇറങ്ങുമ്പോൾ ആ മലയും തൊട്ടടുത്ത മലയും തമ്മിൽ കൂട്ടിഘടിപ്പിക്കുന്ന ജൂലകളുണ്ട്. ഉത്തരേന്ത്യൻ ഭാഗങ്ങളിലൊക്കെ നിങ്ങൾക്ക് കാണാം ജൂലകളെന്ന്. ജൂലകളെന്ന് പറഞ്ഞാൽ തൊട്ടിൽ പോലെ കയറുകൊണ്ടൊക്കെ കെട്ടിയിരിക്കുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും കയറുകൊണ്ടൊക്കെ കെട്ടി ഘടിപ്പിച്ചിരിക്കുന്ന പാലങ്ങൾ. അതിലാണെങ്കിലോ കയറുകൊണ്ടാണ് കെട്ടിയിരിക്കുന്നത്. താഴെയൊക്കെ ചില പലക വെച്ചിട്ടുണ്ട്, ഒന്നും ഉറപ്പിച്ചിട്ടില്ല. താഴെയാണെങ്കിൽ നല്ല ഗർത്തം,
കരിങ്കല്ലുകളാണ് അവിടെ കൂട്ടിക്കിടക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ ചെറിയൊരു ചോലയും പോകുന്നുണ്ട്, വെള്ളം പോകുന്നുണ്ട്. ഈ ചൂലയുടെ മുകളിൽ കൂടെ കയറി ഗുരു നടുവിലെത്തി. എന്നിട്ട് അങ്ങ് ദൂരേക്ക് നോക്കിക്കൊണ്ടൊരു ചെറിയൊരു മലയുടെ മുകളിൽ ഒരു വൃക്ഷം നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ശാഖയിലേക്ക് അമ്പ് ചെയ്തു. ഇതിങ്ങനെ ആടുന്നുണ്ട് താഴെ. രണ്ടാമത്തെ അസ്ത്രം എടുത്തിട്ട് ശിഷ്യൻ ചെയ്തതുപോലെ ആദ്യത്തെ അസ്ത്രത്തിനെ രണ്ടായി പിളർന്നു. എന്നിട്ട് ശിഷ്യനോട് ചോദിച്ചു, ഇത് നിനക്ക് ചെയ്യാൻ പറ്റുമോ എന്ന്. നീ ചെയ്തത് കാട്ടിലിരുന്നിട്ടല്ലേ, ഞാൻ ചെയ്യുന്നത് ഈ ഇളകുന്ന സസ്യൻ്റെ മുകളിലിരുന്നിട്ടാണ്. നിനക്ക് ചെയ്യാൻ പറ്റുമോ? ഒന്നാമത്തെ കാല് വെച്ചപ്പോൾ തന്നെ ഇതാ കിടക്കുന്നു താഴെ. അപ്പൊ ഗുരു പറയാണ്, നിനക്ക് അസ്ത്രവിദ്യയിൽ കഴിവുണ്ട്, പക്ഷെ നിനക്ക് മനസ്സിൻ്റെ വിദ്യയിൽ കഴിവില്ല. ജീവിതത്തിലൊരു പ്രശ്നം വരുന്ന സമയത്ത് അവിടെ നമുക്ക് നേരിടാൻ സഹായിക്കണമെങ്കിൽ പഠിച്ചതൊന്നും നമ്മളെ സഹായിക്കില്ല. അവിടെ വേണ്ടത് മനോബലം തന്നെയാണ്. ആ മനോബലം ഇല്ലാത്തതിന് കാരണം കുട്ടിക്കാലത്തെ നമ്മൾ മനസ്സിനെ ഉയർത്തി കൊണ്ടുവന്നിട്ടില്ല. അതെന്തുകൊണ്ട് ഉയർത്തിക്കൊണ്ടുവന്നില്ല? അങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള കഴിവ് നമുക്കുണ്ടെന്ന് ആരും പറഞ്ഞു തന്നിട്ടില്ല. ഒരിക്കലും ഒരു ക്ലാസ്സിൽ അധ്യാപിക ബ്ലാക്ക് ബോർഡിൽ ചോക്ക് കൊണ്ടൊരു വര വരച്ചു. എന്നിട്ട് കുട്ടികളോട് ചോദിച്ചു, ആർക്കെങ്കിലും ഈ വരയെ ചെറുതാക്കാൻ സാധിക്കുമെന്ന്. അത് തൊടാൻ പാടില്ല, അത് മായ്ക്കാൻ പാടില്ല, അതിൻ്റെ മുകളിൽ ഒരു ആൾട്രേഷനും പാടില്ല. ആർക്കെങ്കിലും ഇത് സാധിക്കുമെന്ന്. കുട്ടികളെല്ലാം ചിന്തിച്ച് മുടി കൊഴിയാൻ തുടങ്ങി. അതിൽ ബുദ്ധിമാനായിട്ടുള്ളൊരു കുട്ടി ഉണ്ടായിരുന്നു. അവൻ ചാടി എണീറ്റിട്ട് പറഞ്ഞു, ടീച്ചർ എനിക്ക് പറ്റുന്നു. ടീച്ചർ പറഞ്ഞു, തൊടരുത്, മായ്ക്കരുത്, അത് തൊടാതെ അതിനെ ചെറുതാക്കണം. അവൻ എന്ത് ചെയ്തു അറിയോ? അതിനെ തൊട്ടടുത്ത് വലിയൊരു വര വരച്ചു. അപ്പം ആദ്യത്തെ വര സ്വാഭാവികമായിട്ടും ചെറുതായി. ഇതുപോലെ നമ്മുടെ മനസ്സിന് നമ്മളെ ചെറുതാക്കാനും കഴിവുണ്ട്, നമ്മുടെ മനസ്സിന് നമ്മൾ ഉയർത്താനും കഴിവുണ്ട്. ആ കഴിവ് നമ്മൾ ശാസ്ത്രങ്ങളിലൂടെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെ ക്രമേണ ഉയർത്തിയെടുത്താൽ ഏത് പ്രശ്നങ്ങളിലൂടെയും തളരാതെ പതറാതെ കടന്നു പോകാൻ സാധിക്കും. ഭാഗവതത്തിൽ അതാ പറഞ്ഞു തരാനുള്ളത്. ക്രൈസിസുകളിലൂടെ കടന്നുപോയ ആളുകളും അത് അനുഭവിച്ച ആളുകളുടെയും കഥയാണ്. കുന്തിദേവിയുടെ കഥ അതല്ലേ കാണിച്ചു വരുന്നത്. സ്വന്തം മകൻ കൊന്നതിൻ്റെ, സ്വന്തം മകനെ കൊണ്ട് കൊല്ലിച്ചതിൻ്റെ ദുരന്തം പേറുന്ന അമ്മ ആ ദുരന്തത്തിൽ തളർന്നവളായിരുന്നില്ല ആയിരുന്നോ? അപ്പോഴും ഭഗവാനോട് പറയുന്നത്, ഇനിയും എനിക്ക് ദുഃഖങ്ങൾ തന്നോളൂ, പക്ഷെ ആ ദുഃഖങ്ങളിലൊക്കെ ഞാൻ ഭവതോ ദർശനം യസ്യാൽ, ഞാൻ ആരെ കണ്ടുകൊള്ളാം? ഭഗവാനെ കണ്ടുകൊള്ളാം. നമുക്ക് ഭാഗവതം പറഞ്ഞു തരുന്ന ഭീഷ്മാചാര്യൻ, അദ്ദേഹം കടന്നത് ശരശയിലാണ്. മനസ്സുകൊണ്ട് തളർന്നില്ല, മനസ്സുകൊണ്ട് പതറിയില്ല. എവിടുന്ന് കിട്ടി ഇവർക്കൊക്കെ ഈ കഴിവ്? കാരണം അവർ നേരത്തെ തന്നെ അവരുടെ മനസ്സിനെ ഉയർത്തിയിരുന്നു. ഇതാണ് നമ്മൾ നേടിയെടുക്കാനുള്ളതെങ്കിൽ നമുക്ക് ഇവിടെ മനസ്സിനെ ഒരു സമയത്ത് തളർത്തി പിന്നെ ഉയർത്തിയ ഒരു മഹാത്മാവിൻ്റെ കഥ പറഞ്ഞു തരികയാണ്. അതാണ് അജാമിള ഉപാഖ്യാനം. നേരത്തെ നമ്മൾ കണ്ടു, അജാമിളൻ ജനിച്ചതൊരു ബ്രാഹ്മണ കുലത്തിലായിരുന്നു. ഭാര്യയും മക്കളും അച്ഛനും അമ്മയൊക്കെ ആയിട്ട് ഒരു സാധാരണ കുടുംബാംഗം പോലെ അദ്ദേഹം കാര്യങ്ങളൊക്കെ നടത്തി മുന്നോട്ട് വരുമ്പോഴാണ് ഒരിക്കൽ കാട്ടിൽ പോകുന്നു. അവിടെ വെച്ച് ആരെ കാണുന്നു? മിസ് ക്യൂവിനെ കാണുന്നു. അവളുടെ പേരെന്താ എനിക്കറിയില്ല. അവളെ കണ്ടു, അവളെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവൾ പറഞ്ഞു, എനിക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ രണ്ടുപേരും പുതിയൊരു ജീവിതം തുടങ്ങി. പണ്ട് ജീവിച്ച ജീവിതത്തിൽ നിന്നും നേരെ വ്യത്യസ്തമായിക്കൊണ്ട് എന്തൊക്കെ തെറ്റാണെന്ന് പണ്ട് പഠിച്ചിരുന്നോ അതെല്ലാം ശരിയാണ്. കൊല്ലുന്നതും കവരുന്നതും കട്ടെടുക്കുന്നതും പീഡിപ്പിക്കുന്നതും ഒക്കെ ശരിയാണെന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു തെറ്റായ ജീവിതം നയിച്ച് അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് അവസാനത്തെ പുത്രന് നാരായണൻ എന്നൊക്കെ പേരിട്ട് അങ്ങനെ ഇരിക്കെ ഒരിക്കൽ യമധൂതന്മാരെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നത് പോലെ തോന്നുമ്പോൾ ഉച്ചയ്യാഹ നാരായണായേതി, നാരായണ എന്ന് കരഞ്ഞതും അദ്ദേഹത്തിനെ ആ സമയത്ത് അവിടെ നിന്ന് രക്ഷിക്കാനായിട്ട് വിഷ്ണുദൂതന്മാർ വരുന്നതും പിന്നെ അവർ തമ്മിലുള്ള സംവാദം, വിഷ്ണുദൂതന്മാരും യമദൂതന്മാരും. ഇപ്പം യമദൂതന്മാർ പറഞ്ഞു, ധാർമ്മികമായി ഇയാൾ തെറ്റ് ചെയ്തതുകൊണ്ട് ഇയാൾ എവിടെ കൊണ്ടുപോകണം? നരകത്തിലേക്ക് കൊണ്ടുപോകണം. അപ്പോഴാണ് വിഷ്ണുദൂതന്മാർ പറയുന്നത്, ഇയാൾ തെറ്റ് ചെയ്താലും ശരി അവസാനം നാരായണ എന്നൊരു വിളിച്ചതുകൊണ്ട് എല്ലാ തെറ്റിൽ നിന്നും ഇയാൾ രക്ഷപ്പെട്ടിരിക്കണോ. അതുകൊണ്ട് നമുക്കൊക്കെ ഒരു ഭാഗ്യമുണ്ട്, കുരുത്തക്കേട് വേണ്ടതൊക്കെ ചെയ്തോളൂ. പക്ഷേ ഒരൊറ്റ കാര്യം, എന്ത് വേണം?
പോവാൻ നേരത്തെ ഒരൊറ്റ വിളി നാരായണ എന്നുള്ളത്. ഇനി അല്ല സ്വാമി, ചിലപ്പോൾ നമ്മളൊക്കെ ഇന്നലെ പറഞ്ഞില്ലേ ഞാൻ, മൂക്കിലൊക്കെ കയറിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ നമ്മളെ കിടത്തിയിട്ടുണ്ടാവുക എന്ന്. ഇന്ന് അതിനും സൗകര്യമുണ്ട്. നിങ്ങൾ വിളിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്നറിയോ? ഇലക്ട്രോണിക് നാരായണൻ വന്നിട്ടുണ്ട്. ഇപ്പം അങ്ങനെ ഒരു സംവിധാനമുണ്ട്. അത് ആദ്യകാലത്ത് ഇറങ്ങിയപ്പോഴുള്ളൂ. ഞാനൊരു വീട്ടിൽ ചെന്നപ്പം അവർക്ക് അത്രയൊന്നും അവിടുത്തെ അങ്കിൾ ഇരിക്കണത് ഞാൻ കണ്ടിട്ടില്ല. പൂജാമുറിയിൽ നിന്നുണ്ട് ഓം നമോ നാരായണ. എന്തു പറ്റി ഇദ്ദേഹത്തിന് ഇത്ര വേഗം ഭക്തി തലയിൽ കയറിയിരിക്കണോ? വളരെ ഗൗരവത്തോടുകൂടി. പിന്നെ ഞാൻ പുറത്തിരുന്ന് ഇങ്ങനെ ആസ്വദിച്ചു. അത് ഒരേ ശബ്ദത്തിൽ ഒരു 20 മിനിറ്റ് ചൊല്ലിയിട്ടും ഇയാൾക്ക് തൊണ്ടയ്ക്ക് യാതൊരു കുഴപ്പമില്ല. നമ്മളാണെങ്കിൽ ഇടയ്ക്ക് ഓം നമോ അതൊക്കെ ഉണ്ടാവില്ലേ, ഇദ്ദേഹത്തിന് അതുമില്ല. ഞാൻ കുറച്ച് കഴിഞ്ഞ് അകത്തി എന്ന് പൂജാമുറിയിൽ നോക്കുമ്പോണ്ട് അദൃശ്യ രൂപത്തിൽ നാമം ചൊല്ലണു. എനിക്ക് മനസ്സിലായില്ല ഇയാൾ അദൃശ്യനായിട്ട് നാമം ചൊല്ലുണ്ടോ എന്ന്. അന്ന് എനിക്കറിയില്ല ഇന്നിങ്ങനെ ഒരു കുന്തം വന്ന സാധനം. പിന്നെയാണ് അദ്ദേഹം പറയുന്നത്, ഇപ്പൊ സ്വാമി നമ്മുടെ വീട്ടിലൊക്കെ നാമം ചെല്ലാൻ പോലും ആളായിന്ന്. എന്തിനേറെ ചില ക്ഷേത്രങ്ങളിൽ എന്നെ നോക്കി